സോ ഹലോ ഗായ്സ്, അങ്ങനെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇന്ന് എനിക്കും എൻ്റെ സിസ്റ്ററിനും ലീവായപ്പോൾ വി ജസ്റ്റ് തോട്ട് വെറുതെ പഠിക്കാനൊക്കെ ആയിട്ട് ബുക്ക് എടുത്ത് ഇറങ്ങാമെന്ന്. പക്ഷെ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. യു ക്യാൻ സീ 3 സ്റ്റെപ്സിന് ഇവിടുന്ന് കയറണം. പക്ഷേ അടിപൊളി സ്ഥലം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഫുള്ളിവിടെ ഹൈഡ്രാഞ്ചിയ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ളും ഹൈഡ്രാഞ്ചിയ ആവും തോന്നുന്നുണ്ട് കേട്ടോ. ക്യാൻ സി ഇവിടെ ഫുള്ളും ഹൈഡ്രാഞ്ചിയ, എൻ്റെ ഫുള്ളും മരങ്ങളാണ്. ഓക്കെ, സോ ഹിമവാരി, അതായത് സൺഫ്ലവർ, അതിൻ്റെയും കുറേ ചെടികൾ താഴെ ഉണ്ട് കേട്ടോ. എനിക്ക് സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് അത്രത്തോളം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. അപ്പം ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ബേക്കറി ഇരിക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മളിപ്പോൾ വെൻഡിങ് മെഷീനിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ നിഹി, വെൻഡിങ് മെഷീൻ എന്താണ് നിഹോങ്കോല് പറയാ? എന്താണ്? യെസ്, സോ ജിതോ ഹാംബൈക്ക് എന്നാട്ടോ പറയുന്നത്. പൊക്കാനെ എന്തെങ്കിലും ഒരു വെള്ളം എടുക്കാണ്ട് ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കൽപ്പിസോഡ നല്ലതായിരിക്കുമോ? യു ക്യാൻ സീ ബാക്കിൽ ഞാൻ കാണിച്ചില്ല, ഇപ്പോൾ തന്നെ കാണിച്ചില്ല. അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം ഇവിടുത്തെ കോച്ച കുടിക്കാനൊക്കെയാണ്. പക്ഷേ ഹി ഡോണ്ട് ലൈക്ക്. അപ്പോൾ നമുക്ക് അവളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ലെറ്റ് ഹർ ടേക്ക് സംതിങ്. സ്പ്രൈറ്റ് എടുത്തോ. ഞങ്ങൾ സൈക്കിളിൽ വന്നതുകൊണ്ട് തന്നെ ഈ റെയിൻ കോട്ട് എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാനൊരു കവർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ഓക്കെ, സോ ഇനി ഞാൻ ഈ സ്ഥലത്തിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജപ്പാൻകാരൊക്കെ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ടാവുക വർക്കൗട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ മുന്നിൽ നിന്ന് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ പ്രൈവസി മാറ്റേഴ്സ്, സോ അത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ നാട്ടിലത്തെ ഒരു അമ്പലം സെറ്റ്, എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത്. അത് പറയുന്നിടത്ത് ചിലപ്പോൾ ആരെങ്കിലും കേട്ടിരിക്കും. നമ്മളെ നാട്ടിലത്തെ ഒരു അമ്പലം, എനിക്ക് അങ്ങനെ ആ ഒരു ഫീലാണ് കേട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസില്ലേ, ഏകദേശം ആ ഒരു വൈബൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. സോ ഇതാണ് ആ സ്റ്റോണ്. സോ ഇത് എവിടെ നിന്നാലും ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ കൈ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ അടിക്കുന്ന സൗണ്ട് നേരെ ആ സ്റ്റോണിൽ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടത്. അപ്പോൾ ആ റിഫ്ലക്റ്റിംഗ് സൗണ്ടാണ് നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. സോ എനിവേ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ആൻഡ് ബാക്കിയുള്ള സ്ഥലമൊക്കെ പോയിട്ട് നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരാൾ വന്നപ്പോൾ തൊട്ട് കൈ അടിച്ചുകൊണ്ട് നിൽക്കട്ടോ. ഇവിടെ ചുറ്റൊന്നും ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമാണുള്ളത്. നമ്മൾ മാത്രമാണ് വന്നിട്ടുള്ളത്. കൊള്ളാം, സോ പീസ്ഫുൾ. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങുന്നു. സോ ഇതിൻ്റെ വലിയൊരു കാടാണ്. പക്ഷെ നമ്മൾ വന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ വി ജസ്റ്റ് തോട്ട് നമുക്ക് തിരിച്ചു പോകാം. വെയിലുള്ളൊരു ദിവസം ഇനി ഇവിടെ വരാമെന്നാണ് വിചാരിക്കുന്നത്. വന്നിട്ട് ഇനി ഈ സ്ഥലത്തിൻ്റെ വ്ളോഗ് കുറച്ച് വലിയൊരു വ്ളോഗായിട്ട് ഞാൻ ഇടാം. ഇതിപ്പോൾ ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ ബൈ.
തെറ്റാ, അടുത്ത വ്ളോഗിൽ കാണാം.